വെറും 5 മിനിറ്റിൽ തന്നെ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ ഷുഗറും പ്രഷറും നിയന്ത്രണത്തിലാക്കാനും പറ്റിയ ഒരു മാജിക് സ്മൂത്തി നമുക്ക് തയ്യാറാക്കിയാലോ. ഇനി വണ്ണം കുറയ്ക്കാൻ നോക്കുന്നവരാണോ നിങ്ങൾ, എന്നാൽ നിങ്ങൾക്കും തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. കാരണം ഇതിൽ നല്ലപോലെ നാരുകൾ അടങ്ങിയത് കൊണ്ട് തന്നെ വയറ് പെട്ടെന്ന് തന്നെ ഫില്ലായത് തന്നെ തോന്നുകയും ചെയ്യും. കൂടുതൽ കഴിക്കാനുള്ള ഒരു ക്രേവിങ്സ് കുറയുകയും ചെയ്യും. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. ആദ്യം നമുക്ക് റാഗി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ 2 സ്പൂൺ റാഗിയാണ് എടുത്തിരിക്കണേ. ഇനി അതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇത് കുറുകി വരുമ്പോഴേക്കും ഇതിലെ നാരുകൾ നമുക്ക് ഗുണം ചെയ്യും. ഇത് ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടാതെ നോക്കും. പിന്നെ റാഗിയിൽ പൊടിയിലുള്ള മഗ്നീഷ്യം, പൊട്ടാസ്യം, BP കുറയ്ക്കാനും നല്ലതാണ് കേട്ടോ. അതുപോലെ എല്ലുകൾക്ക് വളരെ ബലം നൽകാനായിട്ടും കാൽസ്യത്തിൻ്റെ ഒരു കലവറ കൂടിയാണ് കേട്ടോ ഇത് നല്ല പോലെ അയൺ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിളർച്ച കുറയ്ക്കാനൊക്കെ ആയിട്ട് ഇത് ഒരുപാട് സഹായിക്കും കേട്ടോ. ഇതിൽ നല്ല പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഡെയിലി ഇങ്ങനെയൊക്കെ കഴിക്കാൻ നോക്കുക. അപ്പം കട്ടയൊക്കെ മാറ്റി നമ്മൾ നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണേ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പം നമ്മൾ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ച് നല്ല രീതിയിൽ വേവിച്ചെടുക്കാൻ നോക്കണം. ഒരു 5 മിനിറ്റ് മിനിമം മതി കേട്ടോ അതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. റാഗിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വയ്ക്കാം കേട്ടോ റാഗി. എന്നിട്ട് വേണം നമുക്കൊന്ന് സ്മൂത്തി റെഡിയാക്കി എടുക്കാനായിട്ട്. കൂടെ നമ്മൾ കുറച്ച് സീഡ്സും അതുപോലെ നട്ട്സും എല്ലാം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാം എന്തൊക്കെയാണെന്നുള്ളത്. ഇതിൽ ഫ്ലാക്സ് സീഡും ചിയ സീഡും മസ്റ്റായിട്ട് ചേർക്കണേ. ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഐറ്റമാണ്. ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയാസ് ഫോം ചെയ്യാനായിട്ട് ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. കൂടാതെ നല്ല പ്രോപ്പറായിട്ടൊരു ഡൈജഷൻ നടക്കാൻ ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുപോലെ നട്ട്സുകളൊക്കെ കഴിക്കുമ്പോൾ നല്ലതാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയായിട്ട് നമ്മൾ കുതിർത്തി കഴിക്കുമ്പോൾ അത് കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെയായിട്ട് നമ്മളിങ്ങനെ കുതിർത്തി കഴിക്കണേ. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിൽ ഇത് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 മണിക്കൂർ കുതിർത്തി വെച്ചാൽ മതി. അപ്പോൾ നമുക്കത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അളവ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെ എടുത്താൽ മതി. അപ്പം നല്ല രീതിയിൽ നമ്മൾ അടിച്ചെടുത്തിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ കഴിക്കുമ്പോഴല്ലോ അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കാനും നോക്കണം. കാരണം നമ്മളിത് നല്ല രീതിയിൽ പ്രോട്ടീൻ ശരീരത്തിൽ കയറും. അപ്പം നമ്മൾ ശരീരത്തിൽ പ്രോട്ടീൻ കയറുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ വാട്ടർ ഇൻടേക്കും അത് നിങ്ങൾ മസ്റ്റായിട്ട് എടുക്കണം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കുറുക്കി വെച്ച റാഗി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നല്ല ഫൈൻ പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഇത് സോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ സീഡ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. പിന്നെ ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ട് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പം നമ്മളിത് എടുത്തിരിക്കുന്നത് മാങ്ങയാട്ടോ, ഒരു പകുതി കഷ്ണം മാങ്ങയാട്ടോ എടുത്തിരിക്കണേ. അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി മാങ്ങ കഴിക്കുന്നത്, മാങ്ങയിൽ ഒരു ഷുഗറിൻ്റെ ഒരു കണ്ടന്റ് വരും. അപ്പോൾ ഡെയിലി മാങ്ങ കഴിക്കണ്ട. അങ്ങനെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ റോബസ്റ്റ് വേണം, നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. വല്ലപ്പോഴും മാങ്ങയൊക്കെ കഴിക്കുന്നത് കുഴപ്പമില്ല കേട്ടോ. ഡെയിലി അത് കഴിക്കാൻ നോക്കണ്ട, അത് നല്ലതല്ല. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്ക് നല്ലൊരു സ്മൂത്തി റെഡി ആക്കിയിട്ട് എടുത്തിട്ട് വരാം കേട്ടോ. നല്ല തിക്നെസ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ നമ്മൾ വലിയ ആളുകൾ കഴിക്കുമ്പോൾ അത് വണ്ണം കുറയ്ക്കാനുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ ലോ ഫാറ്റ് മിൽക്ക് കഴിക്കണം. അല്ലെങ്കിൽ അതുപോലെ പാട നീക്കിയിട്ടുള്ള പാല് അല്ലെങ്കിൽ ആൽമണ്ട് മിൽക്കോ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഫൈൻ പോലെ അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് നിങ്ങൾ ഡെയിലി ഒരു കുറച്ച് നാളെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചസ് നല്ല രീതിയിൽ മനസ്സിലാവും. ഒരുപാട് ഗുണമുള്ള ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ ഡെയിലി ഇങ്ങനെയൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. കൂടെ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യണം. ഒരു 1 ഹവറെങ്കിലും ഡെയിലി എക്സസൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നല്ല ചേഞ്ചസ് വരും. അതിൻ്റെ കൂടെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നിങ്ങളുടെ ഹൈറ്റിനും വെയിറ്റിനും അനുസരിച്ച് വെള്ളം കുടിക്കാൻ മറക്കരുത്. അത് നമ്മൾ ഭക്ഷണം കഴിക്കണ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വെള്ളം കുടിക്കുക എന്നുള്ളത്. അതും നിങ്ങൾ മറക്കാതെ ചെയ്യണേ. ഈ ഒരു ഐറ്റം നമുക്ക് വലിയവർക്കും അതുപോലെ കുട്ടികൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഈവനിങ്ങിൽ നമുക്ക് ചായക്കൊക്കെ ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും കഴിക്കേണ്ട ആ ഒരു ടൈം വരുമ്പോൾ നമുക്ക് അങ്ങനെയും എടുക്കാം, നല്ലതാണ്. അപ്പോൾ ഒരു ഹെവി ഫീലിംഗ് തന്നെ തരും കേട്ടോ. കുറേ നേരത്തേക്ക് നമുക്കൊരു വിശപ്പൊന്നും അങ്ങനെ തോന്നില്ല. അതായത് നമുക്ക് ഇടയ്ക്ക് നമുക്കൊരു ക്രേവിങ്സ് തോന്നില്ല, എന്തെങ്കിലും കഴിക്കാനുള്ള ഒരു ടെൻഡൻസി അതൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് കഴിക്കുമ്പോൾ വയറ് നല്ല ഫില്ലായിട്ടിരിക്കുന്നുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു എക്സ്ട്രാ ഒരു ഐറ്റം എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുന്ന ആ ഒരു തോന്നൽ തന്നെ ഉണ്ടാവില്ല. അത് തന്നെയാട്ടോ വലിയൊരു കാര്യം. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സ്മൂത്തികൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.
ഇതേ സെയിം സ്മൂത്തി ഞാൻ ഓട്സിലും ചെയ്തിട്ടുണ്ട്. നമ്മൾ റാഗി നമ്മൾ കുറുക്കിയെടുക്കുന്നതിന് പകരം നമ്മൾ ഓട്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സോക്ക് ചെയ്ത് വെച്ച ഓട്സ് നമ്മൾ നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുക്കും. അപ്പോൾ ആ അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് നട്ട്സും സെയിം സീഡ്സും അതുപോലെ നട്ട്സും ആഡ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അതും ഒരുപാട് നല്ലതാട്ടോ. മോർണിംഗിൽ കഴിക്കാനാണെങ്കിൽ നല്ലൊരു ഫില്ലിങ് തന്നെയാണത്. അങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് എന്തായാലും അറിയിക്കണേ. അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റിസൾട്ട് കിട്ടുമ്പോഴും നിങ്ങൾ എന്തായാലും കമൻസിൽ അറിയിക്കണം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. നമ്മുടെ ഫാമിലിയിൽ വരുന്ന പുതിയ മെമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾ സബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് എനേബിൾ ആവും. അപ്പോൾ അതൊന്ന് ആ ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.